പ്രേക്ഷകരുടെ ഇഷ്ടതാരങ്ങളായ ഷറഫുദ്ദീനും ഐശ്വര്യലക്ഷ്മിയും കേന്ദ്ര കഥാപാത്രങ്ങളായി എത്തിയ ചിത്രമാണ് ഹലോ മമ്മി. വൈശാഖ് എയർലൈൻ സംവിധാനം ചെയ്ത ഹലോ മമ്മി പ്രേക്ഷകർ ഏറെ കാത്തിരുന്ന ഒരു ചിത്രം കൂടിയാണ്. ആഗ്രഹങ്ങൾ തീരാതെ മരണപ്പെട്ടവർ നമ്മളെ കാണാൻ തിരിച്ചു വന്നാൽ എങ്ങനെയുണ്ടാകും? മകളെ സ്നേഹിച്ച് ആഗ്രഹം തീരാത്ത അമ്മയുടെ ആത്മാവിന്റെ കഥയാണ് ചിത്രത്തിൽ പറയുന്നത്. ഇതുവരെ ചെയ്ത കഥാപാത്രങ്ങളിൽ നിന്നും വേറിട്ട രീതിയിൽ ഐശ്വര്യലക്ഷ്മിയും ഷറഫുദ്ദീനും പ്രേക്ഷകർക്ക് മുന്നിലെത്തുമ്പോൾ പ്രേക്ഷകരെ ഒരേ സമയം ചിരിപ്പിക്കുകയും പേടിപ്പിക്കുകയും ചെയ്യുന്ന ഒരു ഹൊറർ കോമഡി ചിത്രമാണിത്. സ്റ്റെഫി എന്ന കഥാപാത്രമായിട്ടാണ് ഐശ്വര്യലക്ഷ്മി ചിത്രത്തിലൂടെ പ്രേക്ഷകരിലേക്ക് എത്തുന്നത്. ഷറഫുദ്ദീന്റെ ഇതുവരെയുള്ള കോമഡി കഥാപാത്രങ്ങളൊന്നും പ്രേക്ഷകർ അത്ര പെട്ടെന്നൊന്നും മറക്കില്ല. ഹലോ മമ്മിയിലെ ബോണി എന്ന കഥാപാത്രവും ഇക്കൂട്ടത്തിലേക്ക് ചേർത്ത് വെക്കാൻ സാധിക്കുന്നതാണ്. അലസനും വീണ്ടു വിചാരമില്ലാത്തവനുമായ ചെറുപ്പക്കാരനാണ് ബോണി. അപ്പനും അമ്മയും പെങ്ങളും അളിയനും അടങ്ങുന്ന ഒരു കുടുംബമാണ് ബോണിയുടേത്. ബോണിയുടെ ഈ സ്വഭാവത്തിന് അവനെ പെണ്ണ് കെട്ടിച്ചാൽ അവൻ നന്നാവുമെന്ന് വിചാരിച്ച് സ്റ്റെഫിയെ കൊണ്ട് കല്യാണം കഴിപ്പിക്കുന്നു. എന്നാൽ സ്റ്റെഫിയുടെ കൂടെ തന്റെ മരിച്ചുപോയ അമ്മയും ഉണ്ടെന്ന് സ്റ്റെഫി ബോണിയോട് ആദ്യമേ പറഞ്ഞിരുന്നു. കല്യാണ രാത്രിയിൽ തന്നെ സ്റ്റെഫി പറഞ്ഞതിന്റെ പൊരുൾ ബോണിക്ക് മനസ്സിലാകുകയും ചെയ്തു. ഇതിനെ തുടർന്നുണ്ടാകുന്ന ആവേശകരവും ത്രില്ലടിപ്പിക്കുന്നതുമായ നിമിഷങ്ങളാണ് ഹലോ മമ്മി പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത്. റിലീസ് ദിനത്തിൽ തന്നെ പ്രേക്ഷക ശ്രദ്ധ ആകർഷിച്ച ഈ ചിത്രം മികച്ച അഭിപ്രായങ്ങളാണ് ഏറ്റുവാങ്ങുന്നത്. ഏറെ നാളുകൾക്കു ശേഷം മലയാളത്തിൽ വീണ്ടും ഒരു കോമഡി എന്റർടൈനർ എത്തിയതിന്റെ സന്തോഷത്തിലാണ് മലയാളികൾ. സിനിമ കാണാനെത്തുന്നവരിൽ ഭൂരിഭാഗവും കുടുംബ പ്രേക്ഷകരാണ്. യുവാക്കളോടൊപ്പം അമ്മമാരും കുട്ടികളും കൂട്ടച്ചിരി ചിരിച്ച് തിയേറ്ററിൽ കോളിളക്കം സൃഷ്ടിക്കുകയാണ്. ജോമിൻ മാത്യു, ഐബിൻ തോമസ്, രാഹുൽ ES എന്നിവർ ചേർന്ന് നിർമ്മാണം നിർവഹിച്ച ഈ ചിത്രം ഹാങ് ഓവർ ഫിലിംസും A&HS പ്രൊഡക്ഷനും ചേർന്നാണ് നിർമ്മിച്ചത്.